ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് വന്നതാണ്. ജനറൽ സർവീസ് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറയുന്നുണ്ട്, ബ്രേക്ക് ലിവർ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ചോക്ക് കേബിൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, മൈലേജ് ചെക്കപ്പ്, ഓയിൽ ലെവൽ കുറയണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്ത് ഇളക്കം, ഫുൾ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യണം, റിയർ വീലിൻ്റെ ബോൾട്ട് ഒരെണ്ണം പോയിട്ടുണ്ട്, അത് റിട്ടേണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഫ്ലോർ പാനൽ കറക്റ്റ് ചെയ്യണം, ഫ്രണ്ട് വീലിൻ്റെ ഫുഡ് റെസ്റ്റ്, ലെവലിങ്, എയർ ഫിൽറ്ററിൻ്റെ അകത്ത് വെള്ളം കയറുന്ന കംപ്ലയിൻറ്റ്, അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ നോക്കി ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ പറയാം കേട്ടോ. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിച്ചേക്കുന്ന ലൈനർ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്, ഒറിജിനലല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം വണ്ടിക്ക് കാണിക്കും. ബ്രേക്ക് ക്ലിയർ ആയിരിക്കില്ല, ചതഞ്ഞ ബ്രേക്കായിരിക്കും, സൗണ്ട് കാണിക്കും. അത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റി കമ്പനി ഒറിജിനൽ ലൈനർ ഇടാം, എന്നാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ ഹബ്ബ് നമ്മൾ നോക്കി, ഹബ്ബിൻ്റെ ഉൾഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇവിടുത്തെ സ്റ്റഡാണ് ഒടിഞ്ഞു പോയേക്കണേ. അത് നമ്മൾ വെൽഡ് ചെയ്ത് അയച്ചെടുക്കാൻ കിട്ടുമെന്ന് നോക്കാം. ചിലത് വെൽഡ് ചെയ്ത് അയച്ചെടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹബ്ബ് സെറ്റ് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയറൊക്കെ പുതിയ ടയർ അടക്കണേ, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ സൈഡൊക്കെ അത്യാവശ്യം ലീക്ക് ഉണ്ട്. ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. അപ്പോൾ ഇവിടെ സൈഡ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് അത് മാറ്റണ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഗിയർ ഓയിലും കൂടി നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ. പിന്നെ ക്ലച്ചിനകത്ത് വന്നേക്കുന്നത്, ക്ലച്ച് ബെൽറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പുതിയ ബെൽറ്റൊക്കെ കിടക്കണേ, പക്ഷേ ഒറിജിനലൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ. പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബെൽറ്റ് നമുക്ക് അതുതന്നെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനുള്ളൂ. പിന്നെ അതിൻ്റെ ഈ വേരിയേറ്ററിനകത്ത് തന്നെ ഈ റോളർ സെറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. റോളർ സെറ്റ് മേടിച്ച് തന്നേക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്, സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. നിലവിൽ ഇതിന് വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇടണേലും നല്ലത് ഇത് തന്നെ ഇടണമായിരിക്കും കേട്ടോ. ഇനി അതല്ലെങ്കിൽ മാറ്റി കമ്പനി ഒറിജിനൽ പീസ് ഇടാം. അതാണ് ഈ വെയ്റ്റിൻ്റെ, ഇതിൻ്റെ റോളറിൻ്റെ വെയ്റ്റിൻ്റെ അനുസരിച്ചാണ് നമുക്ക് വണ്ടിക്ക് പിക്കപ്പ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്ക് തന്നേക്കണ ഐറ്റംസൊക്കെ വളരെ ലൈറ്റ് വെയ്റ്റ് സാധനമാണത്. അപ്പോൾ അത് ഉപയോഗിക്കാണ്ടിരിക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ഇതിനാണെങ്കിൽ ഡാമേജ് ഇല്ല പ്രത്യക്ഷത്തിൽ. അപ്പോൾ അതന്നെ ക്ലീൻ ചെയ്തിട്ടാലും മതി. പിന്നെ ഈ പീസ് സ്ലൈഡ് തുടങ്ങി പ്ലാസ്റ്റിക്കിൻ്റെ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കി, ബെൻഡെക്സ് നമുക്ക് ഈ സൈഡ് നോക്കുമ്പോൾ അതിൻ്റെ കപ്പൊക്കെ പൊട്ടി കിടക്കാൻ കേട്ടോ. അപ്പോൾ ബെൻഡെക്സ് സ്പ്രിങ്ങൊക്കെ പൊട്ടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബെൻഡെക്സ് എന്തായാലും നമുക്ക് മാറ്റേണ്ടി വരും, പുതിയത് ഇടേണ്ടി വരും കേട്ടോ. അതല്ലെങ്കിൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് വണ്ടി തൊട്ടടുത്ത് തന്നെ കയറ്റേണ്ടതായിട്ട് വരും. പിന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ ഫിൽറ്ററാണ്, പേപ്പർ ടൈപ്പ് ഫിൽറ്റർ തന്നെ ആയതുകൊണ്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ. അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് പുതിയത് കിടക്കണേ, പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ്സ് നമുക്ക് നിലവിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നേരത്തേക്കുള്ള ഒരു ചെറിയൊരു മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ട്. അതൊഴിച്ചാൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം തൽക്കാലം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാതിരിക്കണമായിരിക്കും നല്ലത്. നമുക്ക് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാർബറേറ്റർ തൽക്കാലം അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. ഓൾറെഡി ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നുമില്ല. അത് നമ്മൾ ചെയ്യണമെങ്കിൽ പോലും അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ട കേസാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഒരു AS പൈപ്പ് കൂടെ പൊട്ടിയിട്ട് ഇവിടെ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഹെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ പോയി കിടക്കുക, ലിങ്കിൻ്റെ ബുഷ് കംപ്ലയിൻറ്റാണ്. ബുഷുകൾ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ബുഷ് സെറ്റ് നമുക്ക് മാറ്റിയിടണം. ഗ്രീൻ ബുഷ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. തൽക്കാലം വേണമെങ്കിൽ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഇതിൻ്റെ ബ്രേക്ക് ഫ്രണ്ടിലത്തെ ഈ പ്ലേറ്റൊക്കെ ആകെ തിരിച്ചിട്ടായിരുന്നു കേട്ടോ, കുറച്ച് കറക്റ്റ് അലൈൻമെൻറ്റിലല്ല. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഗ്രീസ് ചെയ്ത് അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറും അത്യാവശ്യം നല്ല ടയറാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും വേറെ പ്രോബ്ലം ഒന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ ഫ്രണ്ട് കവറിൻ്റെ സ്ക്രൂ ചെയ്യണ ഭാഗമൊക്കെ പൊട്ടി കിടക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷേക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉണ്ടാവും. ഫൈബർ ബോഡിയാണോ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അതിൻ്റെ ചെറിയ ഷേക്ക് കാര്യങ്ങൾ കാണിക്കും കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ പ്ലഗാണ്, വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും ഒന്ന് ക്ലീൻ ചെയ്തിടാം.
ബോഡി കവർ പൊട്ടിയാന്ന് പറഞ്ഞാൽ ഈ സൈഡുണ്ടോ, ഇത് ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്ററൊക്കെ ഭാഗം ഈ രണ്ട് സൈഡും പൊട്ടിപ്പോയത്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെയും പൊട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റാമെന്ന് ഒരു ടൈ ചെയ്തൊക്കെ ബലപ്പെടുത്തി നിർത്താനാണ് പറ്റുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ആ സൗണ്ട് ഇങ്ങനെ കിടന്ന് പൊട്ടിയാൽ ബാക്കിയുള്ള ലെഗ് കൂടി അടന്നു പോകും. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ് കേട്ടോ, പുതിയ ഓയിലാണ് കിടക്കണേ. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും വേണ്ട, അത് തന്നെ ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. പക്ഷേ ഗിയർ ഓയിൽ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.